ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. ശോഭാമേ നീ ഇറങ്ങി വന്നേ. വെല്ലോന്റെ കാശ് മേടിച്ച് പുട്ടടിച്ചിട്ട് അകത്ത് കയറിയിരിക്കുവന്നോ? നീ ഇറങ്ങി വരാൻ. എന്താ എല്ലാരും കൂടെ? അത് കൊള്ളാം. എല്ലാരും കൂടെ ഗ്രൂപ്പ് ലോൺ എടുത്തിട്ട് ഒരാൾ മാത്രം അടക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ബാങ്കുകാരോട് ഞങ്ങൾ എന്ത് സമാധാനം പറയും? നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ ഓർവായിരിക്കുന്ന കേൾക്കണം. അതെ, സ്ത്രീകളായ കുറച്ച് അന്തസ്സൊക്കെ വേണം. ലോൺ എടുത്താൽ തിരിച്ചടക്കണം. അല്ലാതെ ബാങ്കുകാരെ കാണുമ്പോഴത്തേക്ക് അടുക്കളവാതിൽ വഴി ഇറങ്ങി ഓടുകയല്ല വേണ്ടേ. നീ അതിനെ സ്ത്രീയാ? നീ ഗ്രൂപ്പിലുണ്ടോ? ഞാൻ ഇല്ലെങ്കിൽ എന്റെ അമ്മൂമ്മ ഉണ്ടല്ലോ, അമ്മൂമ്മക്ക് പല്ലുവേദന ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വന്നേ ഞാൻ. അയ്യോടി, ട്രാൻസ്ലേറ്റർ വരും 2 അടിയുള്ളതിൽ 6 അടിയുണ്ടല്ലോ. അയ്യ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ ചീത്ത വിളിച്ചിട്ട് സാരിയുടെ നീളത്തിലുള്ള നാക്കഴുകി അഴയെ വിരിച്ചെടുത്ത ഞാനും കണ്ടിട്ടുണ്ട്. ആ എന്തിനും നാക്കഴുകിയിരിക്കുന്നേ? അമ്മാതിരി പുളിച്ച തെറിയല്ലേ കെട്ടിയെന്ന് വിളിക്കുന്നത്. ഇത് എന്തോന്ന് ചീവീടാ? എന്തൊരു ചെലപ്പാഴി പെണ്ണ്. വീട്ടിൽ നിന്ന് പഠിക്കുന്നതായിരിക്കും. ആ, വീട്ടിൽ നിന്നാ പഠിക്കുന്നത്. നിങ്ങളുടെ മീറ്റിംഗ് മിക്കവാറും ഞങ്ങളുടെ വീട്ടിലാണല്ലോ. അത് കേട്ടിട്ട് പഠിച്ചേ. അമ്മച്ചി വർത്താനം പറഞ്ഞേക്ക് അത് കാശെടുക്കും കേട്ടാ? ഇതേ പെണ്ണുങ്ങളെ, നമ്മളെല്ലാരും ഒരു ഗ്രൂപ്പാണ്. പക്ഷെ ഗ്രൂപ്പിലില്ലാത്ത കുരുപ്പുകളെ കൊണ്ടൊന്ന് ബഹളം വെക്കുന്നത് ഗ്രൂപ്പ് വിരുദ്ധമാണ്. ഞാനും ഗ്രൂപ്പിലുള്ള. ഏത് ഗ്രൂപ്പില്? സ്കൂൾ ഗ്രൂപ്പിലാ? ഇവ മണിയമ്മച്ചിയുടെ കൊച്ചുമോനാ. മണിയമ്മച്ചി കല്യാണത്തിന് വേണ്ടി ഇവനെ പറഞ്ഞു വിട്ടേക്കുന്നയാ. അമ്മൂമ്മ ഇല്ലാത്തന്റെ കുറവൊന്നും അറിയിക്കല്ലെന്ന് പറഞ്ഞേക്കണം. ഒരുപാട് തെറി വിളിച്ചോളാൻ ഓർഡർ. എന്നാ കേട്ടോ, കാശ് എനിക്ക് സൗകര്യമുള്ളപ്പോ അടയ്ക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യും. ആ, അമ്മമ്മക്ക് എന്താ പറയാനുണ്ട്? പറ അമ്മ, പറ പറ. ആ, പോട്ടെ പോട്ടെ. അയ്യോ, CT സ്കാന് 3000, ബ്ലഡ് ടെസ്റ്റ് 1421, റൂട്ട് കനാല് 7005, പല്ലെടുത്ത വകയില് ബില്ല് 36,000. ഒരു പല്ലെടുക്കാൻ 36,000 രൂപ. ആടി നിന്ന പല്ലായിരുന്നു. ഒറ്റ ആട്ടിന് പല്ല് കുറച്ച് ആമാശത്തിൽ വീണെ. പിന്നെ കീഹോൾ ശസ്ത്രക്രിയ വഴിയാ സാധനം പുറത്തെടുത്ത്. 36,000 ഒതുങ്ങിയത് മുൻജന്മ പുണ്യം. ഒരു ആട്ടിന് 36,000. അപ്പൊ എത്ര രൂപയ്ക്ക് അടി ഉണ്ടാക്കാൻ പോയത്? 360.